ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ച് ഡേ 71 ആണ്. LDC 100 Days ചലഞ്ച് ഡേ 71 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ LGSന്റെ ക്ലാസ് 29-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും ആ ക്ലാസ്സിനായി വെയിറ്റ് ചെയ്യുക. നല്ലൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് നന്നായി പഠിക്കുക. അപ്പോൾ LGSന്റെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 29-ാം തീയതി മുതൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. നമുക്ക് സമയം കളയേണ്ട. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം സുഹൃത്തുക്കളെ. നമ്മുടെ PSC എക്സാമിൽ പ്രത്യേകിച്ച് LD, LGS മുതലായ എക്സാമുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ ഭൂമിശാസ്ത്ര മേഖല. അപ്പോൾ ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നുള്ള സുപ്രധാന 10 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 10 ടോപ്പിക്കുകളും PSC സ്ഥിരം പ്രീവിയസ് ആയി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നുള്ള സുപ്രധാനമായ 10 ഹോട്ട് ടോപ്പിക്കുകളാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ടോപ്പിക്കുകളെന്ന്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഋതുക്കൾ എന്ന് പറയുന്നത്. സീസൺസ് അല്ലെങ്കിൽ ഋതുക്കളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താ സുഹൃത്തുക്കളെ ഋതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഋതുക്കൾ എന്നാൽ സൗരോർജ ലഭ്യതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്തമായ ഋതുക്കൾ എന്നറിയപ്പെടുന്നത്. സൗരോർജ ലഭ്യതയിലുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ വ്യത്യാസത്തെ അറിയപ്പെടുന്ന പേരാണ് ഋതുക്കൾ എന്നറിയപ്പെടുന്നത്. ഋതുക്കൾ അനുഭവപ്പെടുന്നതിന് കാരണം ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും. ഇത് രണ്ടും പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഋതുക്കൾ അനുഭവപ്പെടുന്നതിന് കാരണം ചോദിച്ചാൽ ഭൂമിയുടെ പരിക്രമണവും അതിനോടൊപ്പം തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണ്. ഭൂമി സൂര്യനെ വലയം വെക്കുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലാണ്. ഭൂമി സൂര്യനെ വലം വെക്കുന്നത് അല്ലെങ്കിൽ വലയം വെക്കുന്നത് എങ്ങനെയാണ്? ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപാതയിലാണ്, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അതായത് കൃത്യമായിട്ട് ദീർഘമല്ല, അതായത് കൃത്യമായിട്ടൊരു വൃത്തമല്ല, വശങ്ങൾ അല്പം നീളത്തിൽ വലിഞ്ഞിട്ടുള്ള ഒരു വൃത്താകൃതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ദീർഘവൃത്താകൃതി എന്ന് പറയുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോ അങ്ങനെ ഒരു വൃത്താകൃതിയിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുന്ന അല്ലെങ്കിൽ വലയം വെക്കുന്നതെന്ന് പഠിക്കുക. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് നമുക്ക് എല്ലാവർക്കും അറിയാം 23.5 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ ആക്സിയൽ ടിൽറ്റ് എത്രയെന്ന് ചോദിച്ചാൽ അത് 23.5 ഡിഗ്രിയാണ്. എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഇനി PSC ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് എത്രയാണെന്നുള്ളത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് ചോദിച്ചാൽ അത് 66.5 ഡിഗ്രിയാണ് കേട്ടോ. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 66.5 ഡിഗ്രിയാണ്. എന്താ സുഹൃത്തുക്കളെ ഈ പരിക്രമണ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മുടെ സൂര്യന്റെ സെന്ററിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ സെന്ററിലേക്ക് ഒരു ലൈൻ നീളത്തിന് വരയ്ക്കുവാണെന്ന് കരുതുക. സൂര്യന്റെ സെന്ററിൽ നിന്നും ഭൂമിയുടെ സെന്ററിലേക്ക് നീളത്തിനൊരു ലൈൻ വരയ്ക്കുവാണെന്ന് കരുതുക. ആ ലൈനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പരിക്രമണ തലം എന്ന് കേട്ടോ. ഇപ്പൊ മനസ്സിലായാലും എന്താണ് പരിക്രമണ തലം എന്ന്? സൂര്യന്റെ സെന്ററിൽ നിന്നും നമ്മുടെ ഭൂമിയുടെ സെന്ററിലോട്ട് നീളത്തിനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരിക്രമണ തലം എന്ന്. ഈ പരിക്രമണ തലവും നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സത്യത്തിൽ എന്തെന്ന്? നമ്മുടെ പരിക്രമണ തലത്തിലുള്ള ചരിവെന്ന് കേട്ടോ. അതായത് നമ്മുടെ പരിക്രമണ തലവും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ആക്സിൽ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ അച്ചുതണ്ടുണ്ടല്ലോ, ആ അച്ചുതണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവെന്ന് പറയുന്നത്. ഇത് 66 ഡിഗ്രിയാണ്. എത്രയാണ്? 66 ഡിഗ്രിയാണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ അച്ചുതണ്ടിന്റെ ചരിവ് അറിയാലോ, 23.5 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയിൽ നിന്ന് നമ്മുടെ 23.5 ഡിഗ്രി അങ്ങ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലഭിക്കും? 66.5 ഡിഗ്രി നമുക്ക് ലഭിക്കും. അങ്ങനെ വേണമെങ്കിലും സുഹൃത്തുക്കൾക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണെന്ന് അറിയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സുഖമായിട്ട് 90 ഡിഗ്രിയിൽ നിന്നും 23.5 ഡിഗ്രി കുറച്ചു കഴിഞ്ഞാൽ 66.5 ഡിഗ്രി ലഭിക്കും. അതാണ് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവെന്ന് അറിയപ്പെടുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം. സൗരോർജ ലഭ്യതയുള്ള ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് വ്യത്യസ്ത ഋതുക്കളായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ഋതുക്കൾ അനുഭവപ്പെടാനുള്ള പ്രധാന കാരണം ഭൂമിയുടെ പരിക്രമണവും അതുപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ്. ഭൂമി സൂര്യനെ വലംബിക്കുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപാതയിലാണ് അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണെന്ന് നമുക്ക് പറയാം.
ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലുള്ള ചരിവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 66.5 ഡിഗ്രിയുമാണ്. പഠിക്കുക. സൂര്യൻ ഭൂമിയുമായി ഏറ്റവും അകലം കൂടിയത് അറിയപ്പെടുന്ന പേരാണ് സൂര്യോച്ചം അഥവാ അഭീലിയൻ. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം ഉണ്ടാകുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് സൂര്യോച്ചം അഥവാ അബ്ഹീലിയൻ. ഇത്രയും നാൾ PSC അബ്ഹീലിയൻ ഏതെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ ചോദിക്കത്തില്ല. കൃത്യമായിട്ട് എടുത്ത് എന്ത് ചെയ്യും? ചോദിക്കും സൂര്യോച്ചം. സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂര്യോച്ചം അഥവാ അബ്ഹീലിയൻ എന്ന്. എന്താണ് അബ്ഹീലിയൻ അഥവാ സൂര്യോച്ചം? ഇനി ഈ സൂര്യോച്ചം നടക്കുന്ന ഒരു പ്രത്യേക മാസത്തിലെ ഒരു ദിവസത്തിലായിരിക്കും ഈ സൂര്യോച്ചം ഉണ്ടാവുന്നത്. കാരണം ഭൂമി എന്താണ്? സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം മാക്സിമം ആവുന്നത് ഒരു ദിവസത്തിലായിരിക്കും. ആ ദിവസം ഏതെന്ന് ചോദിച്ചാൽ ജൂലൈ 4 കേട്ടോ. അപ്പോ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകന്നു വരുന്ന ദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂലൈ 4. ഇല്ലെങ്കിൽ സൂര്യോച്ചം ഉണ്ടാവുന്നത് എന്നു ചോദിച്ചാൽ അത് ജൂലൈ 4 പഠിച്ചോളണേ. 2 പോയിന്റ് ആണ് പറഞ്ഞത് ഇവിടെ. സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം അറിയപ്പെടുന്ന പേരാണ് സൂര്യോച്ചം എന്ന്, അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ എന്ന് പറയുന്നു അബ്ഹീലിയൻ എന്ന് വിളിക്കുന്നു. ഇനി സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകന്നു വരുന്ന ദിനം ഏതാണ്? ജൂലൈ 4. ഒരുപാട് PSC എക്സാമിന്, പ്രത്യേകിച്ച് LD എക്സാമിന് പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകന്നു വരുന്ന ദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂലൈ 4. ഇനി സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്തു വരുന്ന ദിനം അറിയപ്പെടുന്ന പേരാണ് സൂര്യ സമീപകം. എന്താണ്? സൂര്യ സമീപകം. സൂര്യൻ ഭൂമിയോട് അടുത്തു വന്നു. അപ്പൊ അതിന് പറയുന്ന പേരെന്താണ്? സൂര്യ സമീപകം. അപ്പോ സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്തു വരുന്ന ദിവസം അറിയപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സൂര്യ സമീപകം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അവനെ എന്ത് പേരിലാണ് സുഹൃത്തുക്കളെ വിളിക്കുന്നത്? പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. എന്ത് പേരിലാണ്? പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. ഇത് രണ്ടും പഠിച്ചോളണേ. ഇനി ഈ സൂര്യ സമീപകം ഉണ്ടാകുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പഠിച്ചോളണേ, അത് ജാനുവരി 3 കേട്ടോ. ജാനുവരി 3 സൂര്യ സമീപകം നടക്കുന്നത്. സൂര്യ സമീപക സമയം എന്ന് ചോദിച്ചാല് അത് ജാനുവരി 3 മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂര്യ സമീപകം. സൂര്യൻ സമീപം വന്നു. ഓക്കെ ആണ്. ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? പെരിഹീലിയൻ എന്ന് പറയുന്നു. എന്താണ്? പെരിഹീലിയൻ എന്ന് പറയുന്നു. ഇനി ഈ പെരിഹീലിയൻ അല്ലെങ്കിൽ സൂര്യ സമീപകം ഉണ്ടാകുന്ന ഡേറ്റ് എന്നാ സുഹൃത്തുക്കളെ? ജനുവരി 3 എന്നാണ്. ജനുവരി 3. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. ഈ സൂര്യ സമീപക സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. പഠിച്ചോളണേ. സൂര്യ സമീപക സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് പറയാം 14.7 കോടി കിലോമീറ്റർ. 14.7 കോടി കിലോമീറ്റർ. അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടും PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണെന്ന്. ശരാശരി അകലമാണ് കേട്ടോ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയെന്ന് ചോദിച്ചാൽ അത് 15 കോടി കിലോമീറ്റർ ആണ് കേട്ടോ. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം അറിയപ്പെടുന്ന പേരാണ് 15 കോടി. ഇതിന് നമ്മൾ മറ്റൊരു പേരിലാണ് പഠിക്കുന്നതെന്നേ ഉള്ളൂ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയും കേട്ടോ. എന്താണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 15 കോടി കിലോമീറ്റർ ആണ്. ഇങ്ങനെ ഈ 15 കോടി കിലോമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന്. അപ്പോൾ അവിടെ നിന്ന് ഒരു പോയിന്റ് കൂടെ പഠിച്ചേ. എന്താ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തെ വിളിക്കുന്ന പേരാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന്. ഇത് എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട പോയിന്റ് എന്താണ്? സൂര്യ സമീപകം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്തു വരുന്ന സമയമാണ് സൂര്യ സമീപകം. സൂര്യ സമീപക സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഇനി ചോദിച്ചാൽ മറക്കല്ലേ, 147 ദശലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 14.7 കോടി കിലോമീറ്റർ ആയിരിക്കും. പഠിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, സൂര്യോച്ച സമയത്ത്. സൂര്യോച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനും ഭൂമിയും തമ്മിൽ
ഏറ്റവും കൂടുതൽ അകലം വരുന്ന സമയം. ഈ സൂര്യോച്ച സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 15.2 കോടി കിലോമീറ്റർ ആയിരിക്കും. മനസ്സിലായ സുഹൃത്തുക്കളെ? ഈ സൂര്യോച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യനും ഭൂമിയും ഏറ്റവും അകന്നു വരുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മുടെ സൂര്യന്റെയും ഭൂമിയുടെയും കൂടെ ഡിസ്റ്റൻസ് നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അകലം അളന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര കാണും? അത് 15.2 കോടി കിലോമീറ്റർ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചോളണം 152 ദശലക്ഷം കിലോമീറ്റർ എന്ന് പഠിക്കണം. 152 ദശലക്ഷ കിലോമീറ്റർ ആയിരിക്കും പഠിക്കുക. ഭൂമിയിൽ ഋതുക്കളുടെ അനുഭവപ്പെടുവാനുള്ള കാരണം സൂര്യന്റെ അയനമാണ്. അതുകൂടെ പഠിച്ചോളണേ. ഭൂമിയില് ഋതുക്കൾ അനുഭവപ്പെടുവാനുള്ള കാരണം ചോദിച്ചാൽ ഇതുപോലുള്ള സൂര്യന്റെ അയനമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം കൂടുന്ന സമയം അറിയപ്പെടുന്ന പേരാണ് സൂര്യോച്ചം അഥവാ അഭീലിയൻ. അഭീലിയൻ നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം ഉണ്ടാകുന്ന ദിവസം ചോദിച്ചാൽ അത് ജൂലൈ 4 ഇനി നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്തു വരുന്ന അവസരം അറിയപ്പെടുന്ന പേരാണ് സൂര്യ സമീപകം, അല്ലെങ്കിൽ അവനെ വിളിക്കും പെരിഹീലിയൻ എന്ന്. എന്താണ് പെരിഹീലിയൻ എന്ന? ഈ പെരിഹീലിയൻ ഉണ്ടാകുന്ന എന്നാ സുഹൃത്തുക്കളെ? ജനുവരി 3 ജനുവരി 3 പെരിഹീലിയൻ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കുറഞ്ഞ അകലം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ സൂര്യ സമീപക സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 147 ദശലക്ഷ കിലോമീറ്റർ ആയിരിക്കും, ഇല്ലെങ്കിൽ 14.7 കോടി കിലോമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ പോയിന്റ് ആണ്, അല്ലെങ്കിൽ PSCയുടെ പ്രീവിയസ് പോയിന്റ് ആണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. ഇതിന് നമ്മൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നു. അടുത്ത പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം കൂടിയ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേര് സൂര്യോച്ചം. ഈ സൂര്യോച്ചം ഉണ്ടാകുന്ന സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 152 ദശലക്ഷ കിലോമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 15.2 കോടി കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ഭൂമിയിൽ ഋതുക്കൾ അനുഭവപ്പെടുവാനുള്ള കാരണം സൂര്യന്റെ അയനമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഈ സൂര്യന്റെ അയനം എന്നാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിൽ ഒരുപോലെ നിലനിർത്താൻ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്കും ദക്ഷിണായന രേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് സൂര്യന്റെ അയനം എന്ന്. അപ്പോൾ എന്താ സൂര്യന്റെ അയനം എന്ന് ചോദിച്ചാല്, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് പരിക്രമണ വേളയിൽ ഒരുപോലെ നിലനിർത്താനായിട്ട് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്കും ദക്ഷിണായന രേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്കും എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് സൂര്യന്റെ അയനം എന്ന്. ഇനി ഇത് മനസ്സിലാവാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ കണ്ടോ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ആക്സിയൽ ടിൽറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ ചരിവ് എന്ത് ചെയ്തിട്ടുണ്ട്? അച്ചുതണ്ടിന്റെ ചരിവ് എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ആ നോർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെ? സംഭവം എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമ്മുടെ സൂര്യൻ ഇങ്ങനെ നിൽക്കുവാണെന്ന് കരുതുക കേട്ടോ. ഇത് നമ്മുടെ സൂര്യനാണ്. സൂര്യനിൽ നിന്ന് എന്തുണ്ട്? ഭൂമി താണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, അല്ലെ? ഭൂമിയുണ്ട്. ഭൂമിക്ക് എന്തുണ്ട്? ഒരു അച്ചുതണ്ടിന് ചരിവുണ്ടല്ലേ സുഹൃത്തുക്കളെ? ഭൂമിക്ക് അച്ചുതണ്ടിന് ചരിവില്ലേ? ഉണ്ട്. അപ്പോ എത്ര ഡിഗ്രിയാണ് ആ ചരിവ് എന്ന് പറയുന്നത്? 23.5 ഡിഗ്രിയാണല്ലേ ചരിവ്. അതായത് ലംബതയിൽ നിന്നും, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ നിന്നും കൃത്യം 90 ഡിഗ്രി ആവാതെ 23.5 ഡിഗ്രി എന്താണ്? ചരിവോടുകൂടിയാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഭൂമിയുടെ ആക്സിലിന്, അല്ലെങ്കിൽ അച്ചുതണ്ടിന് 23.5 ഡിഗ്രി ചരിവുണ്ട് എന്നർത്ഥം. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല്, ഈ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ കറങ്ങുന്നുണ്ടല്ലേ? അല്ല, സൂര്യൻ ഭൂമിയെ കറങ്ങുന്നുണ്ടോ? ഇല്ല, തെറ്റാണ്. ഭൂമിയാണ് സൂര്യനെ കറങ്ങുന്നത്. അപ്പൊ ഭൂമി ഇങ്ങനെ കറങ്ങി കറങ്ങി വന്ന് എന്താണ്? ഓരോ സമയങ്ങളിലും എന്താ സംഭവിക്കുന്നത്? ഈ ഭൂമി കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല, അച്ചുതണ്ട് എപ്പോഴും 23.5 ഡിഗ്രി തന്നെ നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഈ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു നോക്കണേ. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് എന്താ സംഭവിക്കുന്നത്? നേരെ ലംബമായിട്ട് വീഴുന്നതിന് പകരം എന്താ സംഭവിക്കുന്നത്? ഈ ഉത്തരായന രേഖ, അല്ലെങ്കിൽ ഉത്തരായന രേഖയുടെ ഭാഗം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അച്ചുതണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? അല്പം മാറിയായിരിക്കും എന്ത് ചെയ്യുന്നത്?
പ്രകാശം വീഴുന്നത്. മനസ്സിലായോ? സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഭൂമി ഇങ്ങനെ ഇരിക്കുന്നെന്ന് കരുതുക. ഭൂമിയിലെ അച്ചുതണ്ട് എന്ന് പറയുന്നത് 23.5 ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ സൂര്യപ്രകാശം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അച്ചുതണ്ടും കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് എന്ത് ചെയ്യും? പ്രകാശം പതിക്കും അല്ലേ? ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ച സുഹൃത്തുക്കളെ കണ്ടോ? ഇങ്ങനെ നേരെ പ്രകാശം വന്നിട്ട് കറക്റ്റ് എന്ത് ചെയ്യണമായിരുന്നു? അച്ചുതണ്ട് വീഴുന്നതിന് പകരം അച്ചുതണ്ടിന്റെ ആ 23.5 ഡിഗ്രി എന്ന് പറയുന്നത് കഴിഞ്ഞൊരൽപ്പം എന്ത് ചെയ്യും? മുന്നോട്ട് പ്രകാശം പതിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഭൂമി കറങ്ങി ഓപ്പോസിറ്റ് സൈഡ് വന്നെന്ന് പറയുക, അല്ലെങ്കിൽ സൂര്യന്റെ ഓപ്പോസിറ്റ് സൈഡ് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കില്ല. ഓപ്പോസിറ്റ് സൈഡ് വന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട് എങ്ങോട്ടായിരിക്കും ചരിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ? അത് നേരെതാ ഇങ്ങനെ ആയിരിക്കും അല്ലേ? അതായത് നേരത്തെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ചരിഞ്ഞതെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? റൈറ്റ് സൈഡിലോട്ട് എന്ത് ചരിഞ്ഞിരിക്കുന്നു? നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട് ചരിഞ്ഞിരിക്കുന്നു. ഭൂമിയുടെ അച്ചുതണ്ട് എങ്ങോട്ടാണ് ചരിഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് ചരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ആംഗിൾ എവിടെയാണ്? ഈ 23.5 ഡിഗ്രി എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലോട്ടാണ് ചരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശം എന്ത് സംഭവിക്കും? വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ 23.5 ഡിഗ്രി ചാടി എന്ത് ചെയ്യും? നേരെ കുറച്ച് അപ്പുറത്തേക്ക് സഞ്ചരിക്കും. 23.5 ഡിഗ്രിയിൽ നിന്നും കുറച്ച് അപ്പുറത്തേക്ക് എന്ത് ചെയ്യും? ചരിഞ്ഞങ്ങ് സഞ്ചരിക്കും. ഇതിനെ പറയുന്ന പേരാണ് സത്യത്തിലെ സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. അല്ലാതെ സൂര്യൻ എന്ത് ചെയ്യുന്നില്ല? 23.5 ഡിഗ്രി അങ്ങോട്ടും ചാടുന്നില്ല, 23.5 ഡിഗ്രി ഇങ്ങോട്ടും ചാടുന്നില്ല. പക്ഷെ നമ്മൾ പഠനാർത്ഥം നമ്മൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. എക്സാക്ട്ലി സംഭവിക്കുന്ന ഇതാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നും കൂടി പറയാം. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിൽ ഒരുപോലെ നിലനിർത്താൻ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്കും ദക്ഷിണായന രേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്കിനും ഇടയിൽ മാറിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞില്ല സുഹൃത്തുക്കളെ, അല്പം പ്രകാശം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകുന്ന 23.5 ഡിഗ്രിക്ക് അതിനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം വെച്ചിട്ട് എന്താണ് 23.5 ഡിഗ്രി വടക്കോട്ട് ചരിയും, അല്ലെങ്കിൽ 23.5 ഡിഗ്രി തെക്കോട്ട് ഇടയിൽ മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞില്ലേ? അത് ഈ സൂര്യപ്രകാശത്തിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്ന പേരാണ് സൂര്യന്റെ അയനം എന്ന്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചാല്, വർഷം മുഴുവൻ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ടാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാ സുഹൃത്തുക്കളെ? അത് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശങ്ങളാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ കാര്യം. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആക്സിയൽ ടിൽറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ചരിവ് എത്രയായാലും ശരി, നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്തിലെ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം എന്താ? എപ്പോഴും സൂര്യപ്രകാശം എവിടെ കിട്ടിക്കൊണ്ടിരിക്കും? ഭൂമധ്യരേഖയെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. എപ്പോഴും സൂര്യപ്രകാശം ഭൂമധ്യരേഖയെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഋതുഭേദങ്ങൾ എന്ന് പറയുന്ന സംഭവം കൃത്യമായിട്ട് ഉഷ്ണമേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങളിലൊന്നും അനുഭവപ്പെടാറില്ല. അപ്പോ ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, എല്ലാ വർഷവും അല്ലെങ്കിൽ വർഷവും എല്ലാ ദിവസവും ഒരുപോലെ എന്താണ് ലംബമായിട്ട് എന്ത് ചെയ്യും? സൂര്യപ്രകാശം ഈ ഉഷ്ണമേഖലാ പ്രദേശത്ത് എന്ത് ചെയ്യും? പതിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഉഷ്ണമേഖലാ പ്രദേശം ഇല്ലെന്നുണ്ടെങ്കിൽ PSC എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാല് വർഷം മുഴുവൻ സൂര്യപ്രകാശം ലംബമായിട്ടായിരിക്കും പതിക്കുന്നത്. ഇതാണ് കേട്ടോ കാരണം. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോഴാണ്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സുഹൃത്തുക്കളെ? നമ്മുടെ ഭൂമി ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഭൂമിയുടെ സെന്ററിലൂടെ നമ്മൾ വരയ്ക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഭൂമധ്യരേഖ, അല്ലെങ്കിൽ ഇക്വിറ്റോർ എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. അപ്പൊ ഇക്വിറ്റോർ അല്ലെങ്കിൽ ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മുടെ സൂര്യപ്രകാശം കൃത്യം ലംബമായിട്ട് പതിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇങ്ങനെ സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലും അതുപോലെ തന്നെ ഉത്തരാർദ്ധഗോളത്തിലും എന്താണ് സൂര്യപ്രകാശം തുല്യമായ അളവിൽ ലഭിക്കുന്നത്. പഠിച്ചോളണേ. അപ്പോ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായിട്ട് പ്രകാശം ലഭിക്കണമെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കണം? നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിട്ട് വരണം. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിട്ട് വരണമെന്ന് പഠിച്ചു വെക്കുക. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമാകുന്ന 2 ദിവസങ്ങളുണ്ട്. മാർച്ച് 21 സെപ്റ്റംബർ 23 PSCയുടെ ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് പ്രത്യേകിച്ച് LD എക്സാമിന് ചോദിച്ചതാണ്. കഴിഞ്ഞ LD എക്സാമിനും കൃത്യമായിട്ട് ഈ പോയിന്റ് ചോദിച്ചിരുന്നു. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിന്റെയും അളവ് തുല്യമാകുന്ന 2 ദിവസങ്ങളേ ഉള്ളൂ ഒരു വർഷത്തിൽ. ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും
രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമാകുന്ന ദിനങ്ങൾ ചോദിച്ചാൽ മാർച്ച് 21 സെപ്റ്റംബർ 23 മാർച്ച് 21 മുതൽ തെക്ക് നിന്നും വടക്കോട്ട് അയനം ചെയ്യുന്ന സൂര്യൻ ജൂൺ 21 ഉത്തരായന രേഖയുടെ മുകളിലെത്തുന്നു. ഈ ദിനം ഉത്തരാർദ്ധഗോളത്തിൽ അറിയപ്പെടുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനം. മറക്കൽ. അപ്പോൾ എന്താണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് ചോദിച്ചാൽ ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. വെറുതെ ഇരിക്കുന്ന സൂര്യൻ കൃത്യം മാർച്ച് 21 കഴിഞ്ഞതോടുകൂടി ഈ തെക്ക് വശത്ത് നിന്ന് എന്ത് ചെയ്യും, നേരെ അല്ലെങ്കിൽ നടുക്ക് ഭാഗത്ത് നിന്ന് നേരെ എന്ത് ചെയ്യും, മുകളിലോട്ട് സഞ്ചരിച്ചു തുടങ്ങും. അതായത് വടക്കോട്ട് സഞ്ചരിച്ചു തുടങ്ങും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനമെന്ന്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിനം ജൂൺ 21 അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനത്തിലാണ് കേട്ടോ. അത് പഠിച്ചോളണേ. അതായത് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലോട്ട് ആര് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞു? സൂര്യൻ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ സൂര്യൻ യാത്ര ചെയ്ത് നേരെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉത്തരായന രേഖയ്ക്ക് മുകളിലായിട്ട് വരുന്നു. ഇങ്ങനെ ഉത്തരായന രേഖയുടെ മുകളിലായിട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മാക്സിമം സൂര്യപ്രകാശം എവിടെ കൊള്ളും സുഹൃത്തുക്കളെ? ഉത്തരാർദ്ധഗോളത്തിൽ കൊള്ളും അല്ലെ. ഉത്തരാർദ്ധഗോളത്തിൽ മാക്സിമം സൂര്യപ്രകാശം അനുഭവപ്പെടും. ഇങ്ങനെ മാക്സിമം സൂര്യപ്രകാശം അനുഭവപ്പെട്ടാൽ എന്താ വരുന്ന പ്രശ്നം? അവിടെ ഒരു ദിവസത്തിന്റെ ഡേ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പകൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. രാത്രി എന്തായിരിക്കും? കുറവായിരിക്കും. ഇങ്ങനെ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാല് ജൂൺ 21 ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഗ്രീഷ്മ അയനാന്ത ദിനത്തില് നമ്മുടെ രാത്രി ആയിരിക്കോ പകലായിരിക്കോ കൂടുതല്? പകലായിരിക്കും കൂടുതല്. ആ ഡേറ്റ് ഏതാണ്? ജൂൺ 21 മറക്കാതെ പഠിക്കുക. ഒത്തിരി ഡേറ്റുകൾ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞേ, അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. ഉത്തരാർദ്ധഗോളത്തില് വസന്തകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ് കേട്ടോ. അതായത് നമ്മുടെ സൂര്യൻ മാർച്ച് 21 കഴിയുമ്പോൾ നേരെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് വരുന്നെന്ന് കരുതുക. അങ്ങനെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുമല്ലേ അവിടെയൊക്കെ. അപ്പൊ ആ ഉത്തരാർദ്ധത്തിലുള്ള സസ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? അങ്ങോട്ട് പൂക്കും. അപ്പോൾ വസന്തകാലം എന്ത് ചെയ്യും? ആരംഭിക്കും. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം ആരംഭിക്കുന്നത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. പഠിക്കുക. നമ്മൾ ഏതാ? ദക്ഷിണാർദ്ധഗോളമാണോ ഉത്തരാർദ്ധഗോളമാണോ സുഹൃത്തുക്കളെ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലാണോ ഉത്തരാർദ്ധഗോളത്തിലാണോ? അറിയുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. ശൈത്യകാലത്ത് നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഋതുവിന്റെ മാറ്റം എന്നറിയപ്പെടുന്നതാണ് വസന്തകാലം. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഋതുവിന്റെ മാറ്റം എന്നറിയപ്പെടുന്നതാണ് വസന്തകാലം. ശ്രദ്ധിച്ചോളെ. ശൈത്യകാലത്ത് നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഋതുവിന്റെ മാറ്റം എന്നറിയപ്പെടുന്നത് വസന്തകാലമാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ത്യയുടെ പരമ്പരാഗത ഋതുക്കളാണ്. അതെന്താ സുഹൃത്തുക്കളെ? ഇന്ത്യക്ക് മാത്രം പ്രത്യേകിച്ച് ഋതുക്കളുണ്ടോ? ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് പരമ്പരാഗതപരമായിട്ടുള്ള ഋതുക്കളുണ്ട്. സാധാരണ ലോകം മുഴുവൻ പറയുന്നത് 4 ഋതുക്കളാണ് കേട്ടോ. സാധാരണ ലോകത്ത് മുഴുവൻ 4 ഋതുക്കളെ ഉണ്ട് എങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് മാത്രം എത്ര ഋതുക്കളുണ്ട്? 6 ഋതുക്കളുണ്ട് കേട്ടോ. അത് നമ്മൾ പരമ്പരാഗത രീതിയിൽ പറയുന്നതാണ്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലോകം മുഴുവൻ എത്ര ഋതുക്കളാണ് ഉള്ളത്? 4 ഋതുക്കളാണുള്ളത്. പക്ഷെ നമ്മുടെ ഇന്ത്യക്ക് മാത്രം എത്ര ഋതുക്കളുണ്ട്? 6 ഋതുക്കളുണ്ട്. അതായത് 2 ഋതുക്കൾ എക്സ്ട്രാ ഉണ്ട്. എന്താണ് അതിനുള്ള കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഋതുക്കളെ പൊതുവെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ഋതുക്കളെ പൊതുവെ 4ആയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ അന്തരീക്ഷ സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായി കണക്കാക്കുന്നു. അതായത് ഇന്ത്യയുടെ അന്തരീക്ഷ സ്ഥിതിക്ക് അനുസരിച്ച് വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നാമത്തെ പോയിന്റ് പറയാം. മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യയിൽ വസന്തകാലമായിരിക്കും. മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യയിൽ വസന്തകാലമായിരിക്കും. നേരത്തെ അപ്പോ സുഹൃത്തുക്കൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? മാർച്ച് 21 മുതൽ എത്ര വരെയാണ്? ജൂൺ 21 വരെ അല്ലേ നമ്മുടെ വസന്തകാലമായിട്ട് പറഞ്ഞതെന്ന്. അത് എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ മുഴുവനാണ്, അല്ലാതെ ഇന്ത്യക്ക് മാത്രമായിട്ടല്ല കേട്ടോ. ഉത്തരാർദ്ധഗോളം മുഴുവൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ വസന്തകാലം എന്നറിയപ്പെടുന്നത് മാർച്ച് 21 ആരംഭിച്ച് എന്ന് തീരും ജൂൺ 21 അവസാനിക്കുള്ളൂ. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ഇന്ത്യയുടെ പരമ്പരാഗത ഋതുക്കളിലേക്ക് വരുമ്പോൾ മാർച്ചിൽ ആരംഭിക്കുന്ന നമ്മുടെ
വസന്തകാലം ഏപ്രിൽ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അവസാനിക്കും. മാർച്ചിൽ ആരംഭിക്കുന്ന വസന്തകാലം ഏപ്രിൽ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അവസാനിക്കും. ഇനി മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ ഗ്രീഷ്മകാലമായിരിക്കും. മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ ഗ്രീഷ്മകാലമായിരിക്കും. മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ എന്താണ്? ഗ്രീഷ്മകാലമായിരിക്കും. ജൂലൈ മുതൽ ആഗസ്റ്റ് മാസങ്ങൾ വരെ ഇന്ത്യയിൽ വർഷകാലമായിരിക്കും. നല്ല മഴ പെയ്യും കേട്ടോ. ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ ഇന്ത്യയിൽ വർഷകാലമായിരിക്കും. ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ ഇന്ത്യയിൽ വർഷകാലമായിരിക്കും. അല്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കും അല്ലേ? ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യയിൽ വർഷകാലമായിരിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ശരത്കാലമായിരിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയില് ശരത്കാലമായിരിക്കും. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇന്ത്യയില് ഹേമന്തകാലമായിരിക്കും. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇന്ത്യയില് ഹേമന്തകാലമായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇന്ത്യയില് ശിശിരകാലമായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇന്ത്യയിലെ ശിശിരകാലമായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇന്ത്യയിലെ ശിശിരകാലമായിരിക്കും. ഇത് പഠിച്ചോളനെ. നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റിയ പോയിന്റ് ആണ് പറയുന്നത്. അപ്പോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇന്ത്യയിൽ വസന്തകാലമായിരിക്കും. ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? മെയ് ആണല്ലേ. മെയ് മുതൽ ജൂൺ മാസം വരെ ഇന്ത്യയിലെ ഗ്രീഷ്മകാലമായിരിക്കും. ഇനി ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഏതാണ്? ജൂലൈ ആണ്. ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ എന്താണ്? വർഷകാലമായിരിക്കും. ഇനി ആഗസ്റ്റ് കഴിഞ്ഞ അടുത്ത മാസം ഏതാണ്? സെപ്റ്റംബർ ആണ്. അപ്പൊ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ എന്തായിരിക്കും? ശരത്കാലമായിരിക്കും ഇന്ത്യയില്. ഒക്ടോബർ മാസം കഴിഞ്ഞു. പിന്നെ അടുത്ത ആരാ വരുന്നത്? നവംബർ മാസമാണ്. അപ്പൊ നവംബർ മാസം മുതൽ ഡിസംബർ മാസം വരെ ഹേമന്തകാലമായിരിക്കും. ഡിസംബർ പോയി പിന്നെ ആരാ വരുന്നത്? ജനുവരി ഫെബ്രുവരി ആണ്. അപ്പൊ ജനുവരി മുതൽ ഫെബ്രുവരി വരെ ആരാണ്? ശിശിരകാലമായിരിക്കും. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ജനുവരി മുതൽ ആരംഭിക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ ശിശിരകാലമായിരിക്കും ഇന്ത്യയില്. ഫെബ്രുവരി കഴിഞ്ഞു പോയി അടുത്ത ആരാ വരുന്ന? മാർച്ച് ആണ്. മാർച്ച് മുതൽ ഏപ്രിൽ വരെ വസന്തകാലമായിരിക്കും. ഏപ്രിൽ കഴിഞ്ഞു പോയി പിന്നെ ആരാ വരുന്ന? മെയ് ആണ്. മെയ് മുതൽ ജൂൺ വരെ ഗ്രീഷ്മകാലമായിരിക്കും. ജൂൺ കടന്നുപോയി പിന്നെ ആരാ വരുന്നത്? ജൂലൈ ആണ്. അപ്പൊ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ വർഷകാലമായിരിക്കും. ഓഗസ്റ്റ് കടന്നുപോയി പിന്നെ ആര് കയറി വരും? സെപ്റ്റംബർ വരും. അപ്പൊ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ എന്തായിരിക്കും? ശരത്കാലമായിരിക്കും. ഇനി ഒക്ടോബർ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? നവംബർ ആണ് വരുന്നത്. അപ്പോൾ നവംബർ മുതൽ ഡിസംബർ വരെ ഹേമന്തകാലവുമായിരിക്കും ഇന്ത്യയില്. പഠിച്ചോളുക. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുവാൻ പോകുന്നതാണ് സമയമേഖല. ഒരുപാട് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം ചോദ്യ സാന്നിധ്യമായിട്ടുണ്ട് സമയമേഖല എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് സമയമേഖല എന്ന്. സമയമേഖലകളിൽ നമ്മൾ ആദ്യം പഠിക്കുവാനുള്ളതാണ് ഗ്രീനിച്ച് സമയം. സമയമേഖലകളിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു തീർക്കുവാനുള്ളതാണ് ഗ്രീനിച്ച് സമയം. നമുക്ക് നോക്കാം എന്താണ് ഗ്രീനിച്ച് സമയം എന്ന്. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. ഇത് കടന്നു പോകുന്ന പ്രദേശം എന്ന് ചോദിച്ചാല് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലൂടെയാണ് കേട്ടോ. പഠിച്ചോളനെ. അപ്പൊ 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നത് നമ്മളെ ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവൻ എന്ത് പേര് ലഭിച്ചത്? ഗ്രീനിച്ച് രേഖ എന്ന പേര് ലഭിച്ചത്. ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പഠിച്ചോളനെ. ഈ ലോകത്ത് നമ്മുടെ എവിടെയുള്ള ഒരു സമയവും നിർണ്ണയിക്കുന്നത് എങ്ങനെയായിരിക്കും? ഗ്രീനിച്ച് രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്ന രേഖ ഗ്രീനിച്ച് രേഖ. പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്ന രേഖ ഏതാണ്? ഗ്രീനിച്ച് രേഖയാണ്. എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാല് നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ലോകത്തിൽ എവിടെയുള്ളതുമായ ഒരു സമയത്തിനെ നിർണ്ണയിക്കാനായിട്ട് ഗ്രീനിച്ച് രേഖ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഗ്രീനിച്ച് രേഖയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൈം മെറിഡിയൻ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്ന രേഖ ഏതാണ്? ഗ്രീനിച്ച് രേഖയാണ്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് സമയം. അപ്പോ ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് സമയം എന്ന്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് സമയം. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു. ഇവയെ സമയമേഖലകൾ അഥവാ ടൈം സോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറക്കല്ലേ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 സമയ മേഖലകൾ അഥവാ ടൈം സോണുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സമയമേഖലകൾ അഥവാ ടൈം സോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ടൈം സോൺ എന്ന് ചോദിച്ചാല് നമ്മുടെ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലുള്ള മുഴുവൻ സമയത്തെയും നമ്മൾ എന്താണ് 1 മണിക്കൂർ വീതമുള്ള സമയ വ്യത്യാസമുള്ള
24 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവയെ വിളിക്കുന്ന പേരാണ് ടൈം സോൺ അല്ലെങ്കിൽ സമയമേഖല എന്ന് പഠിക്കുക. നമ്മൾ രണ്ടാമതായി പഠിക്കേണ്ടതാണ് സ്റ്റാൻഡേർഡ് ടൈം. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സമയം? എന്താ സുഹൃത്തുക്കളെ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖകൾക്ക് അനുസൃതമായി പ്രാദേശിക സമയം കണക്കാക്കിയാൽ ഒരു രാജ്യത്ത് ഒരുപാട് സമയമേഖലകൾ ഉണ്ടാകും. ഈ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന സമയത്തെ രാജ്യത്തെ പൊതുസമയമായി കണക്കാക്കുന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന രേഖാംശത്തെ മാനക രേഖാംശ രേഖ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് ചോദിച്ചാല് ഒരു പ്രദേശത്തു കൂടി ഒരുപാട് രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ രേഖാംശ രേഖകളുടെയും കൃത്യമായിട്ടുള്ള അതിനുള്ള സമയം എടുത്തിട്ട് നമ്മൾ ഒരു രാജ്യത്തിന്റെ സമയം നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് സമയമേഖലകൾ ഉണ്ടാവും കേട്ടോ. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്ററോ 500 കിലോമീറ്ററോ ഇപ്പൊ വടക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടുത്തെ സമയം എന്ത് ചെയ്യും? നമ്മൾ മാറ്റം വരുത്തണം. അപ്പൊ നമ്മുടെ വാച്ചിൽ പിന്നെയും അവിടെ സമയം മാറ്റം വരുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. നമ്മൾ ഡൽഹി ചെന്നിറങ്ങുമ്പോൾ പിന്നെയും നമ്മുടെ വാച്ചിൽ സമയം തിരുത്തണം. കാര്യം ഡൽഹിയിലെ സമയം വ്യത്യാസമായിരിക്കും. കാരണം അതുവഴി കടന്നു പോകുന്ന രേഖാംശ രേഖയില്ല, നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വാച്ച് കറക്കി നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാവും സമയത്തില്. ഇതുണ്ടാവാതിരിക്കാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഒരു രാജ്യത്തിന്റെ സെന്ററിൽ കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ അങ്ങ് എടുക്കും. ഈ രേഖാംശ രേഖ എടുത്തിട്ട് നമ്മൾ പറയും ഈ രേഖാംശ രേഖയാണ് ആ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് സമയം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കാം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സെൻട്രലിലൂടെ ആര് കടന്നു പോകുന്നുണ്ട്? ഒരു രേഖാംശ രേഖ കടന്നു പോകുന്നുണ്ട്. ആ രേഖാംശ രേഖയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആ രേഖാംശ രേഖ ഇങ്ങ് എടുത്തിട്ട് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പറയുന്നു ഈ രേഖയ്ക്ക് അനുസരിച്ചായിരിക്കണം നമ്മുടെ ഇന്ത്യയിലെ സമയം മുഴുവനും നമ്മൾ നിർണ്ണയിക്കേണ്ടത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ ജമ്മു കാശ്മീരിൽ പോയാലും ഒരു സമയം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പൊ പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റം എന്ന് പറയുന്ന കിബുത്തൂല് പോയിട്ട് എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം എന്തായിരിക്കും? കൃത്യം ഒരേ സമയമായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്താലും നമുക്ക് എന്ത് ചെയ്യേണ്ട? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വാച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി മറക്കൂലല്ലോ എന്താണ് സ്റ്റാൻഡേർഡ് സമയം എന്നുള്ളത്. ഒരു പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രാദേശിക സമയം കണക്കാക്കിയാൽ ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് സമയമേഖലകൾ ഉണ്ടാകും. ഈ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ സമയത്തെ എന്താണ് രാജ്യത്തിന്റെ പൊതുസമയമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സമയം എന്ന്. ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് സമയം കണ്ടെത്താനായിട്ട് ഒരു രേഖാംശ രേഖ എടുക്കുമെന്ന് പറഞ്ഞില്ലേ? ആ രേഖാംശത്തെ അറിയപ്പെടുന്ന പേരാണ് മാനക രേഖാംശ രേഖ. ഇന്ത്യയുടെ അല്ല ലോകത്തിന്റെ ഏതൊരു രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് സമയം നോക്കുന്ന രേഖാംശ രേഖയാണെങ്കിൽ അവനെ നമ്മൾ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു ഓമന പേര് കൊടുത്തിരിക്കുന്നു, മാനക രേഖാംശ രേഖ. മാനക രേഖാംശ രേഖ. മാനക രേഖാംശത്തിലെ സമയത്തെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്നറിയപ്പെടുന്നു. മാനക രേഖാംശത്തിലെ സമയത്തെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് അറിയപ്പെടുന്നു. വലിപ്പം കൂടിയ രാജ്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ മാനക രേഖാംശ രേഖകളും അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ടൈമുകളും ഉണ്ടായിരിക്കും. വലിപ്പം കൂടിയ രാജ്യം എക്സാമ്പിൾ ആയിട്ട് റഷ്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് അല്ലെ സുഹൃത്തുക്കളെ റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യ കണക്കൊരു രാജ്യത്തിനെ കണക്ക് നമുക്ക് ടൈം സെറ്റ് ചെയ്യാതെ പോകാൻ പറ്റൂല. കാരണം എന്താണ്? അവിടെ സമയത്തിന്റെ മേഖലകൾ തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ആ രാജ്യം വലിയൊരു രാജ്യമാണ്. അതുകൊണ്ട് അതിന്റെ സമയമേഖലയും എന്ത് ചെയ്യും? അതിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോ വലിപ്പം കൂടിയ രാജ്യങ്ങളാണെങ്കിൽ അവയ്ക്ക് വേറെ ഒരു വഴിയുമില്ല, ഒന്നിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ടൈം കൊടുത്തേ പറ്റുള്ളൂ. അതായത് അവിടെയുള്ള സ്ഥലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവരവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പറയും കേട്ടോ, നിങ്ങളുടെ ടൈം ചേഞ്ച് ചെയ്യണം, നിങ്ങൾ പുതിയൊരു സ്റ്റാൻഡേർഡ് ടൈമിലോട്ട് വന്നിരിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വാച്ചിലുള്ള സമയത്ത് നിന്നും ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കൂട്ടി വെക്കണം എന്നൊക്കെ അവർ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യും കേട്ടോ. കാരണം എന്താ ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു നടുക്ക് ഭാഗത്ത് ആ രാജ്യത്ത് നടുക്ക് ഭാഗത്ത് എടുത്തിട്ട് അതിൽ നിന്ന് സമയം കൂട്ടിയാൽ പോലും എന്താ സംഭവിക്കുന്നത്? ആ രാജ്യത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെയുള്ള സമയം ഈക്വൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ പൊതുസമയമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു രാജ്യത്ത് ഒന്നിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് സമയം എടുക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ്. പഠിക്കുക.
ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആളെത്തുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യയുടെ പൂർവ്വരേഖാംശ വ്യാപ്തി 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. ഇന്ത്യയുടെ പൂർവ്വരേഖാംശ വ്യാപ്തി എത്രയാണ്? 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി കിഴക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി കിഴക്കായുള്ള രേഖാംശ രേഖയാണ് നമ്മൾ എന്തിനായിട്ട് എടുക്കുന്നത്? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം നിർണ്ണയിക്കാൻ എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, 83, 84, 85 ഒക്കെ എടുത്തൂടെ എന്ന. എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്? സുഹൃത്തുക്കളെ, ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞേ, ഇന്ത്യയുടെ പൂർവ്വ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഏത് മുതലാ? 68 ഡിഗ്രി തുടങ്ങി 97 അവസാനിക്കുന്നതാണ്. അപ്പോ 97 പ്ലസ് 68 നമ്മൾ ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരത്തിനെ 2 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഉത്തരം എത്തും. അതായത് 82.5 ഡിഗ്രി കേട്ടോ. അങ്ങനെയാണ് 82.5 ഡിഗ്രി രേഖാംശം നമ്മൾ എടുത്തേക്കുന്നത്. അല്ലാതെ വെറുതെ നമുക്ക് കൃത്യം ഭൂമിയുടെ നടുക്കുള്ള രേഖയൊന്നും അല്ല എടുത്തു വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ രേഖാംശ വ്യാപ്തി കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്നും എന്താണ് കൃത്യമായിട്ട് ഒരു മധ്യത്തിലുള്ള എന്താണ് രേഖാംശമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കോട്ട് പോകുന്ന രേഖയാണ്. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി കിഴക്കിനെയാണ് നമ്മൾ അല്ലെങ്കിൽ പൂർവ്വ രേഖാംശത്തെയാണ് നമ്മൾ ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്. ഈ രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിൽ പൊതുസമയമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോ ഈ രേഖയിൽ അല്ലെങ്കിൽ 82.5 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പൂർവ്വ രേഖാംശ രേഖ, പൂർവ്വഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കിഴക്കൻ ഘട്ടം. അപ്പോൾ ആ കിഴക്കൻ രേഖാംശ രേഖ അല്ലെങ്കിൽ കിഴക്ക് രേഖാംശ രേഖയുടെ സമയം, അതിനകത്ത് വരുന്ന സമയം ഏതാണോ ആ സമയമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള മിർസാപൂരിലൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന 82.5 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ പൊതുസമയം കണക്കാക്കിയിരിക്കുന്നത് ഏതു പ്രദേശത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിലെ മിർസാപൂർ. മറക്കല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം നിർണയിച്ചിരിക്കുന്നത് ഏത് പ്രദേശത്തിനെ ആസ്പദമാക്കിയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ മിർസാപൂർ. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ മിർസാപൂർ നമ്മൾ എടുക്കാനുള്ള കാരണം നമ്മുടെ ഈ 82.5 ഡിഗ്രി എന്ന് പറയുന്ന നമ്മുടെ രേഖാംശ രേഖ കടന്നു പോകുന്നത് ഏത് വഴിയാണ്? ഈ പറഞ്ഞിരിക്കുന്ന മിർസാപൂർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ പ്രദേശത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രദേശം പിക്ക് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പൊ ഇത്രയും സുഹൃത്തുക്കളെ പഠിക്കുക. മൂന്നാമതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നതാണ് അന്തരീക്ഷം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അന്തരീക്ഷം. ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന വായു അന്തരീക്ഷത്തിൽ ചെലുത്തുന്ന ശരാശരി ഭാരം അറിയപ്പെടുന്ന പേരാണ് അന്തരീക്ഷമർദ്ദം. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അന്തരീക്ഷമർദ്ദം എന്ന് ചോദിച്ചാൽ ഭൗമോപരിതലത്തിൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന വായു. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്തുണ്ട്? വായു ഉണ്ട് അല്ലെ? നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ മിക്സ് ആയി കിടക്കുന്ന നമ്മുടെ വായു ഉണ്ട്. ഈ വായു എന്ത് ചെയ്യുന്നുണ്ട്? വെറുതെ കിടക്കുമല്ല. വായുവിന് എന്തുണ്ട്? ഭാരമുണ്ട്. ആ ഭാരം അവ എന്ത് ചെയ്യും? നേരെ അന്തരീക്ഷത്തിലോട്ട് അങ്ങോട്ട് ചെലുത്തും. ഇതിന്റെ ശരാശരി അറിയപ്പെടുന്ന പേരാണ് അന്തരീക്ഷമർദ്ദം എന്ന്. അന്തരീക്ഷത്തിന്റെ ശരാശരി മർദ്ദം 1034 മില്ലിഗ്രാം എന്ന തോതിലാണ്. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷത്തിന്റെ ശരാശരി മർദ്ദം എത്രയാണ്? 1034 മില്ലിഗ്രാം തോത് എന്നിലാണ് പഠിക്കുക. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം രസബാരോമീറ്റർ. ഇങ്ങനെ തന്നെ പഠിച്ചോളെ, വെറും ബാരോമീറ്റർ എന്ന് പഠിച്ചുകൊണ്ട് പോവല്ലേ. അന്തരീക്ഷത്തിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് രസബാരോമീറ്റർ. എന്താണ് രസബാരോമീറ്റർ? അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് ആണ് മില്ലി ബാറും അതുപോലെ ഹെക്ടോ പാസ്കലും. ഇതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് ഏതൊക്കെയാണ്? ഒന്നീ നമുക്ക് മില്ലി ബാറിൽ പറയാം, അല്ലെങ്കിൽ ഹെക്ടോ പാസ്കലിൽ പറയാം. ഒന്നീ മില്ലി ബാറിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹെക്ടോ പാസ്കലിൽ നമുക്ക് പറയാം. ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസബാരോമീറ്ററിലെ രസത്തിന്റെ നിരപ്പ് 76 സെന്റിമീറ്റർ. ഇത് പഠിച്ചോളനെ, നല്ലൊരു ചോദ്യമാണ്. ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസബാരോമീറ്ററിലെ രസത്തിന്റെ നിരപ്പ് എത്രയെന്ന് ചോദിച്ചാൽ അത് 76 സെന്റിമീറ്റർ ആയിരിക്കും. എത്രയാണ്? 76 സെന്റിമീറ്റർ ആയിരിക്കും. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഉയരം.
അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ആദ്യത്തെ ആരാണ്? ഉയരമാണ്. ഉയരവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. വിപരീത അനുപാതം എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും കേട്ടോ. ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു. പഠിച്ചോളണേ. വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞാല് ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു. ഇവിടെ നിന്ന് PSC യുടെ കഴിഞ്ഞ വർഷത്തെ LD ചോദ്യം പഠിക്കാം. 10 മീറ്റർ ഉയരത്തിൽ 1 മില്ലി ബാർ എന്ന തോതിലാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. 10 മീറ്റർ ഉയരത്തിന് 1 മില്ലി ബാർ എന്ന തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അവിടെ PSC എന്ന് ചോദിച്ചത് 10 മീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും എത്ര തോതിലാണ് നമ്മുടെ അന്തരീക്ഷ മർദ്ദം കുറയുന്നതെന്നാണ്. ഉത്തരം 1 മില്ലി ബാർ ആയിരുന്നു. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. പഠിക്കണേ സുഹൃത്തുക്കളെ. 10 മീറ്റർ ഉയരത്തിനനുസരിച്ച് 1 മില്ലി ബാർ എന്ന തോതിൽ എന്ത് ചെയ്യും? അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അപ്പോൾ ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഉയരം കൂടുന്തോറും വായുവിന്റെ അളവ് കുറയുന്നതാണ് ഇതിന്റെ കാരണം. ഉയരം കൂടുന്തോറും എന്താണ്? വായുവിന്റെ അളവ് കുറയുന്നതാണ് ഇതിന് കാരണം. ഉയരം കൂടുന്തോറും വായുവിന്റെ അളവ് എന്ത് ചെയ്യും? കുറയുകയും വായുവിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വായുവിന്റെ ഭാരം കുറയും. ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വായു ചെലുത്തുന്ന ഭാരത്തിനെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അന്തരീക്ഷ മർദ്ദവും കുറയുന്നു. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ ചെവി അടയ്ക്കുന്നതിന് കാരണം അന്തരീക്ഷ മർദ്ദം കുറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന വേളയിൽ ചെവി അടയ്ക്കുന്നതിന് കാരണം ചോദിച്ചാലും ഈ അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ ചെവി അടയ്ക്കുന്നതിന് കാരണം ചോദിച്ചാൽ അത് അന്തരീക്ഷ മർദ്ദം കുറയുന്നത് കൊണ്ടാണ്. പഠിക്കുക. നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് താപം. ആരാണ്? താപം. നമുക്ക് നോക്കാം താപവും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന്. താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഇപ്പൊ തന്നെ മനസ്സിലായി അന്തരീക്ഷ മർദ്ദം അങ്ങനെയൊന്നും ആരുമായിട്ട് കൂട്ടുകൂടൂല. താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ അപ്പോഴേ ആലോചിക്കുക ഒരാൾ കൂടുമ്പോൾ മറ്റേയാൾ കുറയും. വിപരീത അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിക്കുക ഒരാൾ കൂടുമ്പോൾ മറ്റേയാള് അതിനനുസരിച്ച് കുറയും. അപ്പോ താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതുകൊണ്ട് ആ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വിപരീത അനുപാതം എന്ന് എടുത്തു തന്നെ പറഞ്ഞത്. എവിടെ നിങ്ങൾ വിപരീത അനുപാതം എന്ന് കേട്ടോളുക അപ്പോ തന്നെ ചിന്തിക്കുക ആദ്യം പറഞ്ഞ പോയിന്റ് നിന്ന് രണ്ടാമത്തെ പറഞ്ഞ പോയിന്റ് തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരാൾ കൂടുമ്പോൾ മറ്റേയാൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ താപം കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും? പക്ക കുറഞ്ഞിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണേന്ന് നമുക്ക് നോക്കണ്ടേ? നമുക്ക് നോക്കാം. താപം കൂടുമ്പോൾ അന്തരീക്ഷത്തിലെ വായു ചൂട് പിടിച്ച് വികസിക്കുന്നു. താപം കൂടുമ്പോൾ അന്തരീക്ഷത്തിലെ വായു ചൂട് പിടിച്ച് വികസിക്കുന്നു. ചൂട് പിടിച്ച് വികസിച്ച വായുവിന് തണുത്ത വായുവിനേക്കാൾ സാന്ദ്രത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ഉയർന്നു പൊങ്ങുന്നു. ഇതാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നതിന് കാരണം. വായു തണുത്തു കഴിഞ്ഞാൽ സാന്ദ്രത കൂടുകയും ഇത് വൻതോതിൽ വായു താഴേക്ക് ഇറങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇത് അന്തരീക്ഷ മർദ്ദം കൂടുന്നതിന് കാരണമാവുകയും ചെയ്യും. ഒറ്റ പോയിന്റ് പഠിക്കുക. താപം കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും? കുറയും. താപം കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം കുറയും എന്നങ്ങ് പഠിച്ചു വെക്കുക. മൂന്നാമത്തതാണ് സുഹൃത്തുക്കളെ ആർദ്രത എന്ന് പറയുന്ന വില്ലൻ. ആരാണ്? ആർദ്രത എന്ന് പറയുന്ന വില്ലൻ. എന്താണ് ഈ ആർദ്രത എന്ന് പറയുന്ന വില്ലൻ? ആർദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവിനെയാണ് നമ്മൾ ആർദ്രത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആർദ്രത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലോർത്തോളണം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് അല്ലെങ്കിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവിനെയാണ് നമ്മൾ ആർദ്രത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്തരീക്ഷ മർദ്ദവും ആർദ്രതയും തമ്മിലും വിപരീത അനുപാതത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്ന ഇവനെ ആരുമായിട്ടും കൂട്ടുകൂടില്ല കേട്ടോ. അപ്പൊ അന്തരീക്ഷ മർദ്ദവും ആർദ്രതയും തമ്മിൽ എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ്. അതായത് ആർദ്രത കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ആർദ്രത കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും? കുറയും. ആർദ്രത കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം കുറയും. അപ്പോ അന്തരീക്ഷ വായുവിലെ ജലത്തിന്റെ അളവിനെയാണ് നമ്മൾ ആർദ്രത എന്ന് പറയുന്നത്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവായിരിക്കും. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നത്. നീരാവിക്ക് വായുവിനേക്കാളും ഭാരം കുറവായിരിക്കും. അതുകൊണ്ടാണ് ജലം ബാഷ്പീകരിക്കുമ്പോൾ എന്താണ്? ബാഷ്പമാകുമ്പോൾ അല്ലെങ്കിൽ ബാഷ്പമാകുമ്പോൾ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നത്. ഓക്കെയാണ്. നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ വായുവിന് മർദ്ദം കുറവായിരിക്കും. നിശ്ചിത വ്യാപ്തമുള്ള വായുവില് നീരാവിയുടെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നീരാവിക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു? സാധാരണ വായുവിനേക്കാളും
നീരാവിക്ക് എന്താണ് സാന്ദ്രത കുറവാണ്, അതുകൊണ്ട് നീരാവി എന്ത് ചെയ്യും മുകളിലോട്ട് അങ്ങ് പൊങ്ങിക്കളയും. വായു നിൽക്കുന്നേക്കാളും നീരാവി എന്ത് ചെയ്യും പൊങ്ങിയേ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് മഴയൊക്കെ പെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ മഴയൊന്നും പെയ്യൂലായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഭൂമിയിലുള്ള ജലാശയങ്ങളിലെ ജലം എന്ത് ചെയ്യുന്നു നീരാവിയായിട്ട് പൊങ്ങുന്നു എന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നീരാവിക്ക് എന്ത് ചെയ്യാം പൊങ്ങാനുള്ള കഴിവുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് വായുവിനേക്കാളും ഉയരത്തിലേക്ക് ആര് പോകും നീരാവി പോയിട്ടാണ് മേഘങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന നീരാവിയോടൊപ്പം ആരും കുറച്ച് പോകും, അവിടെയുള്ള വായുവും കൂടെ കുറച്ചങ്ങ് കൂടെ കയറി അങ്ങ് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നിശ്ചിത വ്യാപ്തം വായുവിന് നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ നീരാവി ഇരിക്കുന്ന വായുവിനെയും കൂടെ ആരങ്ങ് കൊണ്ടുപോകും ഈ നീരാവി അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ എന്താണ് വീണ്ടും നമ്മുടെ മർദ്ദം എന്ത് ചെയ്യുന്നു കുറയുന്നു, അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും കുറയും. അതാണ് കേട്ടോ ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും തമ്മിൽ എപ്പോഴും വിപരീത അനുപാതത്തിലായിരിക്കും പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ധ്രുവീയ വാദങ്ങൾ. എന്താണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ ധ്രുവീയ വാദങ്ങൾ എന്ന് നമുക്ക് പറയാം. എന്താ സുഹൃത്തുക്കളെ ധ്രുവീയ വാദങ്ങൾ എന്ന് പറഞ്ഞാല് മഞ്ഞു മൂടിക്കിടക്കുന്ന ധ്രുവപ്രദേശങ്ങളിൽ വായു തണുത്തുറഞ്ഞു കാണപ്പെടുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. മഞ്ഞു മൂടിക്കിടക്കുന്ന ധ്രുവപ്രദേശങ്ങളിൽ വായു തണുത്തുറഞ്ഞു കാണപ്പെടുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. ധ്രുവപ്രദേശങ്ങളിലെ ഈ മർദ്ദ വ്യത്യാസം മൂലം ധ്രുവപ്രദേശത്തെ ഹിമക്കാറ്റുകൾ ഉപോഷ്ണ മേഖലയിലേക്ക് ലക്ഷ്യമാക്കി വീശുന്നു. ഇത്തരം കാറ്റുകളെ ധ്രുവീയ വാദങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും ഇല്ലേ സുഹൃത്തുക്കളെ, എവിടെയല്ലേ ധ്രുവപ്രദേശം കാണപ്പെടുന്നത്. ഇങ്ങനെ ഭൂമിയുടെ ധ്രുവപ്രദേശ മേഖലകളിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ താപം എങ്ങനെയായിരിക്കും താപം കുറവായിരിക്കും. താപം കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ആര് കൂടണം അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യണം കൂടണം. ഇങ്ങനെ നല്ല താപം കുറഞ്ഞ തണുത്തുറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ ധ്രുവപ്രദേശം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ധ്രുവപ്രദേശത്തുള്ള വായുവും എങ്ങനെയായിരിക്കും സാധാരണഗതിയെക്കാളും തണുത്തുറഞ്ഞായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ എന്താണ് അന്തരീക്ഷ മർദ്ദം സാധാരണ നമ്മുടെ പ്രദേശത്തെക്കാളും അന്തരീക്ഷ മർദ്ദം എപ്പോഴും കൂടുതലായിരിക്കും. എവിടെ ധ്രുവപ്രദേശത്ത്. അല്ല ധ്രുവപ്രദേശം എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകളാണെന്ന് വിചാരിക്കലേ. ധ്രുവപ്രദേശത്ത് എപ്പോഴും തണുപ്പ് കൂടുതലായതുകൊണ്ട് അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. ഇങ്ങനെ അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കുമെങ്കിൽ അന്തരീക്ഷ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും കാറ്റുകൾ വീശും. വെറുതെ ഇരിക്കത്തില്ല. വായു എന്ത് ചെയ്യും വായു മർദ്ദം കൂടിയെടുത്ത് നിന്ന് വായു മർദ്ദം കുറഞ്ഞിടത്തേക്ക് എന്ത് ചെയ്യും വീശും. ഇതിനെയാണ് നമ്മൾ കാറ്റെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മർദ്ദം കൂടിയ പ്രദേശത്ത് നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിന്റെ തിരശ്ചീനമായ ചലനത്തെയാണ് നമ്മൾ കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും മർദ്ദം കൂടിയ ധ്രുവപ്രദേശത്ത് നിന്ന് നല്ല തണുത്ത കാറ്റ് എന്ത് ചെയ്യും മർദ്ദം കുറഞ്ഞിട്ടുള്ള നമ്മുടെ ഉപോഷ്ണ മേഖലയിലേക്ക് എന്ത് ചെയ്യും കടക്കും. ഉപോഷ്ണ മേഖല എന്ന് വെച്ചാൽ ചൂടും ഇല്ല തണുപ്പും ഇല്ലാത്ത ഏരിയ. ഈ ഉപോഷ്ണ മേഖലയിലേക്ക് എന്ത് ചെയ്യും കടക്കും. ഇതോടുകൂടി അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താണ് ഇങ്ങനെ ഹിമക്കാറ്റ് വീശുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന്. ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പഠിക്കുക. പോളാർ ഈസ്റ്റർ ലൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. പഠിച്ചോളനെ. പോളാർ ഈസ്റ്റർ ലൈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വാതകങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. ധ്രുവീയ പൂർവ്വവാദങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇവ ഹിമക്കാറ്റുകളായിരിക്കും, തണുപ്പ് കൂടിയ കാറ്റുകളായിരിക്കും. പഠിക്കുക. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന കാറ്റുകൾ എന്നറിയപ്പെടുന്നത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. പഠിച്ചോളണേ. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങള്, റഷ്യ എന്നീ മേഖലകളിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന കാറ്റുകളെ എന്ന് ചോദിച്ചാൽ അത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. പഠിക്കുക. അഞ്ചാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോണ്ടൂർ രേഖകൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ നമ്മൾ യോജിപ്പിച്ചൊരു രേഖ വരയ്ക്കുകയാണെന്ന് കരുതുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോണ്ടൂർ മാപ്പുകൾ എന്ന്. ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും. ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ളവയായിരിക്കും. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തുന്നു. ഇവയെ കോണ്ടൂർ മൂല്യങ്ങൾ എന്നറിയപ്പെടുന്നു. കഴിഞ്ഞ എൽഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നും അവയുടെ ഉയരം കൂടി രേഖപ്പെടുത്തുന്നു. ഇവയെ കോണ്ടൂർ മൂല്യങ്ങൾ എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നത്? കോണ്ടൂർ മൂല്യങ്ങൾ എന്നറിയപ്പെടുന്നു. ഒരു പ്രദേശത്തിന്റെ ഉയരം നിർണ്ണയിക്കാൻ കോണ്ടൂർ മൂല്യങ്ങൾ സഹായിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ ഉയരം നിർണ്ണയിക്കാൻ ആര് സഹായിക്കുന്നു? കോണ്ടൂർ മൂല്യങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നു. പഠിക്കുക. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ മൂല്യങ്ങളുടെ വ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള അല്ലെങ്കിൽ കോണ്ടൂർ ഇന്റർവെൽസ് എന്നറിയപ്പെടുന്നു. അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കോണ്ടൂർ ഇടവേളകൾ അല്ലെങ്കിൽ
കോണ്ടൂർ ഇന്റർവെൽസ് എന്നറിയപ്പെടുന്നു. പഠിക്കുക. ധാരാതലീയ ഭൂപടങ്ങൾ സാധാരണയായി കോണ്ടൂർ ഇടവേള 20 മീറ്റർ ആണ്. പഠിച്ചോളനെ, ഇതും PSC ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ധാരാതലീയ ഭൂപടങ്ങളിൽ സാധാരണയായി കോണ്ടൂർ ഇടവേളകൾ എങ്ങനെയായിരിക്കും? 20 മീറ്റർ ആയിരിക്കും. ഒരു ഭൂപ്രദേശത്തിന് സ്ഥലാകൃതി മനസ്സിലാക്കുന്നതിന് സാധാരണ 100 മീറ്റർ ഇടവേളകളിലുള്ള കോണ്ടൂർ രേഖയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഭൂപ്രദേശത്തിന്റെ സ്ഥലാകൃതി മനസ്സിലാക്കാൻ സാധാരണയായിട്ട് 100 മീറ്റർ ഇടവേളകളുള്ള കോണ്ടൂർ രേഖകളാണ് ഉപയോഗിക്കുന്നത്. പഠിക്കുക. കോണ്ടൂർ രേഖകളിൽ നിന്നും സാധാരണയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം, ഒരു ഭൂപ്രദേശത്തിന്റെ ചരിവിന്റെ സ്വഭാവം, ഭൂപ്രദേശത്തിന്റെ ആകൃതി. ഇത് മൂന്നും അങ്ങ് പഠിച്ചു വെച്ചോളനെ. കോണ്ടൂർ രേഖകളിൽ നിന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഭൂപ്രദേശത്തിന്റെ ഉയരം, ഭൂപ്രദേശത്തിന്റെ ചരിവിന്റെ സ്വഭാവം, ചരിവ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത്, ഭൂപ്രദേശത്തിന്റെ ആകൃതി. നമ്മുടെ ഭൂപടങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് കോണ്ടൂർ രേഖകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു പോയിന്റ്സുകളെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കോണ്ടൂർ രേഖകളും അതുപോലെ തന്നെ ഒരു മാപ്പിനകത്തുള്ള മറ്റു പ്രധാനപ്പെട്ട രേഖകളും പഠിക്കാം. ആറാമത്തെ പോയിന്റ് ആണ് വിദൂര സംവേദനം ഇന്ത്യയും. വിദൂര സംവേദനവും ഇന്ത്യയും, വിദൂര സംവേദനവും ഇന്ത്യയും പഠിച്ചിരിക്കണം. ഈ പറയാൻ പോകുന്ന എല്ലാ പോയിന്റ്സും പ്രീവിയസ് ആണ്. വിദൂര സംവേദനവും ഇന്ത്യയും. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം ആരംഭിച്ചത് 1924. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം ആരംഭിക്കുന്നത് 1924. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. പഠിച്ചോളനെ. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി എന്താ ഈ വ്യോമചിത്രങ്ങൾ എന്ന് പറഞ്ഞാല്? നമ്മൾ വിമാനത്തിന്റെ താഴെ ഒരു ക്യാമറ വെച്ചിട്ട് എന്താണ് പോകുന്ന വഴി മൊത്തം നമ്മൾ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് കരുതുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യോമചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യോമചിത്രങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വിശകലനം ചെയ്യണം. അതുപോലെ അത് പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യണം. ഇതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് ഇതില്ല, ഇതിന്റെ പേരൊക്കെ മാറി. നമുക്ക് വിശദമായിട്ട് പറയാം. ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1960. ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ നാമമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്. അതാ പറഞ്ഞത്, ഇപ്പോ ഈ പേര് വെച്ച് സെർച്ച് ചെയ്താൽ കിട്ടൂല. അപ്പോ ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഇവന്റെ ജോലി എന്താണ്? ഇന്ത്യയുടെ വ്യോമചിത്രങ്ങളുടെ വിശകലനവും അതുപോലെ പഠനത്തിന് വേണ്ടിയിട്ട് എന്താണ് ആ ചിത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1966. ഇപ്പോ ഇവൻ അറിയപ്പെടുന്ന പേരാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എന്നാണ്. എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്. ഇപ്പോഴത്തെ PSC ക്വസ്റ്റ്യൻസിനെല്ലാം വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം ഏതാണ്? ഉത്തരം ഏതാ? ഡെറാഡൂൺ ആണ്. അവന്റെ പഴയ പേരെന്തായിരുന്നു? ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു. പഠിക്കുക. ഇന്ത്യൻ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ച വർഷം 1970. ഇന്ത്യൻ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ച വർഷം 1970. NRSA എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥാപനമായിരുന്നു നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. NRSA എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥാപനം നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആയിരുന്നു. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ് ആണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നീ ചുമതലകൾ വഹിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. എന്താണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. അപ്പോൾ എന്താണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നീ മേഖലകൾ അല്ലെങ്കിൽ എന്നീ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ് കേട്ടോ. വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാന സ്ഥാപനങ്ങൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എവിടെയാണ്? ഹൈദരാബാദ്. ഭാരതീയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ISROയുടെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? ബാംഗ്ലൂരാണ് അല്ലെ. ബഹിരാകാശ വകുപ്പ് നമുക്കറിയാം, നമ്മുടെ ബഹിരാകാശ വകുപ്പ്. അതുപോലെ തന്നെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആരാണ്? സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. ഇതെല്ലാം വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാന സ്ഥാപനങ്ങളാണ്. അപ്പോൾ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാന സ്ഥാപനങ്ങൾ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ, ഹൈദരാബാദ്. ഭാരതീയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ ISRO എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂരാണ്. ബഹിരാകാശ വകുപ്പ്,
സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ, ഇവ എല്ലാമാണ് വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. പഠിക്കുക. നമ്മുടെ 7ാമത്തെ ചോദ്യം ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ്. ഒത്തിരി ചോദ്യങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട LD-ക്കും അതുപോലെ തന്നെ LGS-നും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പഠിച്ചോളണേ, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇല്ലേ, കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി തന്നെയാണ്. ഇനി നമ്മുടെ ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അതും ആനമുടി തന്നെയാണ് കേട്ടോ. ആനമുടിയെ കുറിച്ച് ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചോളണേ, നമുക്ക് പഠിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ്. ഇനി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹിമാലയ പർവ്വതത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും ആനമുടിയാണ്. ഈ പോയിന്റ്സ് അത്രയും പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി. കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം ധാതു കലവറ അല്ലെങ്കിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ അറിയപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകൾ എന്നാണ്. ഇതും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകൾ. എന്തെന്നാണ്? ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകൾ എന്നാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിലെ പർവ്വതങ്ങളെ പറ്റിയിട്ടാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പർവ്വതങ്ങളെ പറ്റി ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ട മലനിരകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പർവ്വതങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ആരവല്ലി പർവ്വതനിര, പശ്ചിമഘട്ട പർവ്വതനിര, പൂർവ്വഘട്ട മലനിര. അതുപോലെ തന്നെ പഠിക്കുവാനുള്ളതാണ് വിന്ധ്യ സത്പുര നിരകൾ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആരുമുണ്ട്? വിന്ധ്യ സത്പുര നിരകളുമുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞതിന്റെ കാര്യം ഉറപ്പായിട്ടും സുഹൃത്തുക്കൾക്ക് മറന്നുപോകും. അതുകൊണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പർവ്വതനിരകൾ ചോദിച്ചാൽ ഫസ്റ്റ് സെറ്റ് ആരൊക്കെയാ? ആരവല്ലി പർവ്വതനിര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ഒരു സെറ്റ് കഴിഞ്ഞു. പിന്നെ ആരൊക്കെയാ വരുന്നത്? വിന്ധ്യയും സത്പുര മലനിരകൾ. വിന്ധ്യ സത്പുര മലനിരകൾ. അപ്പൊ ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടന്റ് ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പർവ്വതങ്ങൾ ചോദിച്ചാൽ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. രണ്ടാമത്തെ സെറ്റ് ആരാണ്? വിന്ധ്യ സത്പുര മലനിരകൾ. പരിപാടി കഴിഞ്ഞു. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമികൾ ചോദിച്ചു കഴിഞ്ഞാൽ മാൾവ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമികൾ ചോദിച്ചാല് മാൾവ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോട്ടാ നാഗ്പൂർ പീഠഭൂമി പഠിക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാ സുഹൃത്തുക്കളെ? വയനാട് പീഠഭൂമി. പഠിച്ചോളണേ, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമി. ഇതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്താണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്താണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ചുരങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ചുരങ്ങളും PSC ഏകദേശം 100-ൽ കൂടുതൽ തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. LGS മുതൽ ഡിഗ്രി വരെയുള്ള ഇനി KS വരെയുള്ള ഏതൊരു എക്സാമിനും സ്ഥിരം ചോദ്യ മേഖലയാണ് ചുരങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് ഇത്രയും ചുരങ്ങളെങ്കിലും മിനിമം നമ്മൾ പഠിച്ചിട്ട് വേണം പോവാൻ എക്സാമിന്. ഇത്രയും ചുരങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചുരങ്ങളുടെ പേരും അവരെ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും പഠിച്ചു വെക്കണം. നമുക്ക് നോക്കാം. ബെനിഹാൾ ചുരം ആരാണ്? ബെനിഹാൾ ചുരം ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബെനിഹാൾ ചുരം. ഏതാണ്? ബെനിഹാൾ ചുരം. ബെനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്ന എവിടെയൊക്കെയാണ്? ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബെനിഹാൾ ചുരം. അപ്പോൾ പഠിച്ചു വെച്ചേക്കണം. ബെനിഹാൾ ചുരം ആരെയൊക്കെയാണ്? ജമ്മുവിനെയും അതുപോലെ തന്നെ ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബെനിഹാൾ ചുരം. ജമ്മു കാശ്മീരിൽ പോയ ബനിയൻ ഇട്ടു എന്നങ്ങ് പഠിച്ചാൽ കേട്ടോ. ജമ്മുവിൽ പോയ ശ്രീ ബനിയൻ ഇട്ടു എന്നങ്ങ് പഠിക്കുക. ജമ്മുവിൽ പോയ ശ്രീ എന്ത് ചെയ്തു? ബനിയൻ ഇട്ടു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബെനിഹാൾ ചുരം എവിടെയാണ്? ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബാരാലാച്ല ചുരം ലഹൂളിനെയും ലേയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബാരാലാച്ല ചുരം ലഹൂളിനെയും ലേനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലിപുലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലിപുലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലിപുലേക്ക് ചുരം ആരെയാ ബന്ധിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മള് ലിപ്പ് ഉപയോഗിച്ചല്ലേ ഉത്തരം പറയുന്നത്? ലിപ്പ് ഉപയോഗിച്ചാണ് ഉത്തരം പറയുന്നത്. അതുപോലെ ടീ കുടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലിപ്പ് വേണം. അപ്പോൾ ലിപ്പുലേക്ക് ചുരം ഇനി ആരെയാ ബന്ധിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളെ. ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ലിപ്പുണ്ടെങ്കിലേ നമുക്ക്
ഉത്തരം പറയാനും ചായ കുടിക്കാനും പറ്റും, അഥവാ ടീ കുടിക്കാനും പറ്റും. ഉത്തരം പറയാന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ്, ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റ്. അപ്പൊ ലിപിലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാണ്? ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ, ഷിപ്കില ചുരം എന്ത് ചെയ്തു? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില ചുരം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ പഠിക്കാം? ഹിമവാൻ ഷിപ്പിൽ ഇരുന്ന് ടീ കുടിച്ചു എന്നങ്ങ് പഠിക്കുക. ഹിമവാൻ ഷിപ്പിൽ ഇരുന്ന് ടീ കുടിച്ചു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും അതുപോലെ ടിബറ്റിനെയുമാണ് പഠിക്കുക. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കും. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ്. ശ്രീയുടെ കാർ ആരാ കൊണ്ടുപോയത്? സോജിയാണ് കേട്ടോ. ശ്രീയുടെ കാർ ആരാ കൊണ്ടുപോയത്? സോജി എന്നങ്ങ് പഠിക്കുക. അപ്പോ സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ. പഠിക്കാനുള്ള കോഡ് എന്താണ്? ശ്രീയുടെ കാർ ആര് കൊണ്ടുപോയി? സോജി കൊണ്ടുപോയി. അപ്പൊ സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നഥുല ചുരം സിക്കിം ടിബറ്റ്. നഥുല ചുരം സിക്കിം ടിബറ്റ്. നഥുല ചുരം ബന്ധിപ്പിക്കുന്ന ഏതാണ്? സിക്കിമിനെയും ടിബറ്റിനെയാണ്. നഥുല ചുരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിൽക്ക് റൂട്ട് ഓഫ് ഇന്ത്യ. എന്താണ്? ഇന്ത്യയുടെ സിൽക്ക് റൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരായിരുന്നു? നഥുല ചുരമായിരുന്നു കേട്ടോ. അപ്പോ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നഥുല ചുരം. പണ്ടുകാലത്ത് സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് നഥുല ചുരമാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നുള്ള സുപ്രദമായ 10 ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചത്. ഇനിയും ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് ഇതുപോലെ സമയബന്ധിതമായി പറഞ്ഞു തീർക്കാം. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ വെച്ചാൽ ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ സുഹൃത്തുക്കൾ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്.